നമസ്കാരം കൂട്ടുകാരെ, രുദ്ര PSCയുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകൾ PSC സ്ഥിരമായിട്ട് ചോദിക്കുന്ന ആർട്ടിക്കിൾ ഞാനൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഒന്ന് പരിചയപ്പെടുത്തി തരാം. ബജറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 112, ഏകീകൃത സിവിൽ കോഡ് ആർട്ടിക്കിൾ 44, ഗവർണറുടെ ക്വാളിഫിക്കേഷൻ 157, ഉപരാഷ്ട്രപതി 63. ഉപരാഷ്ട്രപതി എത്രയാണ്? 63. രാഷ്ട്രപതിയുടെ പൊതുമാപ്പ് 72. എത്രയാണ് രാഷ്ട്രപതിയുടെ പൊതുമാപ്പ്? 72. പ്രസിഡൻറ്റിൻ്റെ വീറ്റോ പവർ 111. പ്രസിഡൻറ്റിൻ്റെ വീറ്റോ പവർ ഏതാണ്? 111. പാർലമെൻറ്റ് അംഗങ്ങളുടെ അയോഗ്യത 102. പാർലമെൻറ്റ് അംഗങ്ങളുടെ അയോഗ്യത എത്രയാണ്? 102. 112, 102 കണക്ട് ചെയ്ത് പഠിക്കാൻ വേണമെങ്കിൽ ബജറ്റ് 112, പാർലമെൻറ്റ് അംഗങ്ങളുടെ അയോഗ്യത 102. മദ്യനിരോധനം ആർട്ടിക്കിൾ 47. മദ്യനിരോധനം എത്രയാണ്? ആർട്ടിക്കിൾ 47. ഗോവധം നിരോധനം ആർട്ടിക്കിൾ 48. ഗോവധ നിരോധനം എത്രയാണ്? 48. അന്താരാഷ്ട്ര സമാധാനം സുരക്ഷിതത്വം ആർട്ടിക്കിൾ 51. അന്താരാഷ്ട്ര സമാധാനം സുരക്ഷിതത്വം ആർട്ടിക്കിൾ 51. പ്രധാനമന്ത്രി 75. പ്രധാനമന്ത്രി എത്രയാണ്? 75. ജുഡീഷ്യറിയെയും എക്സിക്യൂട്ടീവും വേർതിരിക്കുന്ന ആർട്ടിക്കിളാണ് 50. അത് ഈസിയാണ്, ഒരു ഫാൻസി നമ്പറാണ് 50. തുല്യമായിട്ട് വേർതിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് അത് ഓർമ്മിച്ച് വെക്കാൻ എളുപ്പമാണ്. ഇന്ത്യക്കൊരു പ്രസിഡന്റ് വേണമെന്നത് എത്രയാണ്? 52. ഓക്കെ, ഇന്ത്യക്കൊരു പ്രസിഡന്റ് വേണമെന്നത് എത്രയാണ്? 52. ഒന്നുകൂടെ ഓർത്ത് നോക്കാം. ബജറ്റ് 112, ഏകീകൃത സിവിൽ കോഡ് 44, ഗവർണറുടെ ക്വാളിഫിക്കേഷൻ 157, ഉപരാഷ്ട്രപതി 63, രാഷ്ട്രപതിയുടെ പൊതുമാപ്പ് 72, പ്രസിഡൻറ്റിൻ്റെ വീറ്റോ പവർ 111, പാർലമെൻറ്റ് അംഗങ്ങളുടെ അയോഗ്യത 102, മദ്യനിരോധനം 47, ഗോവധം 48, അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വം ആർട്ടിക്കിൾ 51, പ്രധാനമന്ത്രി 75, ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും വേർതിരിക്കുന്നത് ആർട്ടിക്കിൾ 50, ഇന്ത്യക്കൊരു പ്രസിഡന്റ് വേണമെന്നത് എത്രയാണ്? 52. ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് 324. 324 324 ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. കൺസോളിഡേറ്റഡ് ഫണ്ട് 266. കൺസോളിഡേറ്റഡ് ഫണ്ട് ഏതാണ്? 266. തൊട്ടടുത്ത് തന്നെ കണ്ടിജൻസി ഫണ്ട് ഉണ്ട് 267. കണ്ടിജൻസി ഫണ്ട് 267. ധനകാര്യ കമ്മീഷൻ 280. ധനകാര്യ കമ്മീഷൻ 280. ഓൾ ഇന്ത്യ സർവീസ് 312. ഇതിനടുത്ത് തന്നെ നമുക്ക് വേണമെങ്കിൽ പബ്ലിക് സർവീസ് കമ്മീഷനും കൂടെ പറയാം. ഓൾ ഇന്ത്യ സർവീസ് 312 ആണെങ്കിൽ PSC 315. ഓക്കെ, അതിവിടെ വേറെ കൊടുത്തിട്ടുണ്ട്, ഞാൻ ഇതിൻ്റെ കൂടെ പറഞ്ഞതേ ഉള്ളൂ. ഇലക്ഷൻ കമ്മീഷൻ 324, കൺസോളിഡേറ്റഡ് ഫണ്ട് 266, കണ്ടിജൻസി ഫണ്ട് 267, ധനകാര്യ കമ്മീഷൻ 280, ഓൾ ഇന്ത്യ സർവീസ് 312, നദീജല തർക്കം 262. അത് ഈസിയാണ്, 2 2 6 നടുക്ക് വരും, ഒരു ഫാൻസി നമ്പർ പോലെ. നദീജല തർക്കം 262. അരുണാചൽ പ്രദേശുമായി ബന്ധപ്പെട്ടത് 371H. 371H അരുണാചൽ പ്രദേശ്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 323A. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഏതാണ്? 323A. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്റ്റേറ്റ്, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 243K. K വരുമ്പോൾ ഓർമ്മിച്ചാൽ മതി, കേരള അതൊരു സ്റ്റേറ്റാണ്, അപ്പോൾ അങ്ങനെ ഓർമ്മിക്കാം. 243K തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആംഗ്ലോ ഇന്ത്യൻ റിസർവേഷൻ 333. ആംഗ്ലോ ഇന്ത്യൻ റിസർവേഷൻ എത്രയാണ്? 333. മുനിസിപ്പാലിറ്റി 243Q. മുനിസിപ്പാലിറ്റി എത്രയാണ്? 243Q. ഗവർണറുടെ പൊതുമാപ്പ് 161. ഗവർണറുടെ പൊതുമാപ്പ് എത്രയാണ്? 161. നികുതി 265. നികുതി എത്രയാണ്? 265. രാഷ്ട്രപതിയുടെ അല്ലെങ്കിൽ ഗവർണറുടെ രണ്ടുപേരുടെ നമുക്ക് പഠിക്കാം. രാഷ്ട്രപതിയുടെ ഓർഡിനൻസ് എത്രയാണ്? 123. ഗവർണറുടെ ആണെങ്കിലോ 213. ഇപ്പോൾ രണ്ടുപേരുടെ അടുത്തടുത്ത് എഴുതിയെന്നേ ഉള്ളൂ. രാഷ്ട്രപതിയുടെ ഓർഡിനൻസ് എത്രയാണ്? 123. അപ്പോൾ ആദ്യം വരുന്നത് രാഷ്ട്രപതിയുടെ ഓർഡിനൻസാണ് 123. ഇത് തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഗവർണറുടെ ഓർഡിനൻസായി 213. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ഇലക്ഷൻ കമ്മീഷൻ 324, കൺസോളിഡേറ്റഡ് ഫണ്ട് 266, കണ്ടിജൻസി ഫണ്ട് 267, ധനകാര്യ കമ്മീഷൻ 280, ഓൾ ഇന്ത്യ സർവീസ് 312, നദീജല തർക്കം 262, അരുണാചൽ പ്രദേശ് 371H,
അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ 323A, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 243K, ആംഗ്ലോ ഇന്ത്യൻ സർവീസ് 333, മുനിസിപ്പാലിറ്റി 243Q, ഗവർണറുടെ പൊതുമാപ്പ് 161, നികുതി 265, രാഷ്ട്രപതിയുടെ ഓർഡിനൻസ് 123, ഗവർണറുടെ ഓർഡിനൻസ് 213. PSC 315. ഓൾ ഇന്ത്യ സർവീസ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു 312 ഓൾ ഇന്ത്യ സർവീസ്. PSC 315. 3.25 എന്ന് ഓർമ്മിച്ചാൽ മതി. നമ്മുടെ എക്സാം ടൈം തീരുന്ന 3.25 ഓർമ്മിച്ച് കഴിഞ്ഞാൽ ഇത് ഈസിയാണ്. ഹൈക്കോടതി റിട്ട് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ പിന്നെ ഒന്ന് ഒരു റിവിഷൻ പോലെ എഴുതി വെച്ചെന്നേ ഉള്ളൂ കേട്ടോ. ഹൈക്കോടതി റിട്ട് 226, സുപ്രീം കോടതി റിട്ട് 32, ഹൈക്കോടതി റിട്ട് 226, സുപ്രീം കോടതി റിട്ട് 32. പ്രായപൂർത്തി വോട്ടവകാശം 326. പ്രായപൂർത്തി വോട്ടവകാശം എത്രയാണ്? 326. ഗവർണറെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് 153-ലാണ്. സുപ്രീം കോടതിയെക്കുറിച്ച് പറയുന്നത് 124. ഗവർണറെക്കുറിച്ച് 153, സുപ്രീം കോടതി 124. ഗവർണറുടെ പൊതുമാപ്പ് 161, CAG 148, CAG 148. മണി ബിൽ 110. ബജറ്റ് എത്രയായിരുന്നു? 112 അല്ലേ? സംയുക്ത സമ്മേളനം 108, അറ്റോർണി ജനറൽ 76, വോട്ട് ഓൺ അക്കൗണ്ട് 116, ഗ്രാമപഞ്ചായത്ത് 40. ഗ്രാമപഞ്ചായത്ത് എത്രയാണ്? 40. പാർലമെൻറ്റ് 79. ഇത് ഒരുമിച്ച് പഠിച്ചാൽ മതി. പരലോകം പാർലമെൻറ്റ് 79, രാജ്യസഭ 80, ലോക്സഭ 81. ഒന്നുകൂടെ നോക്കാം. PSC 315, ഹൈക്കോടതി റിട്ട് 226, ഓൾ ഇന്ത്യ സർവീസ് 312, സുപ്രീം കോടതി റിട്ട് 32, പ്രായപൂർത്തി വോട്ടവകാശം 326, ഗവർണറെക്കുറിച്ച് പ്രതിപാദിക്കുന്ന 153, സുപ്രീം കോടതിയെക്കുറിച്ച് 124, ഗവർണറുടെ പൊതുമാപ്പ് 161, CAG 148, മണി ബിൽ 110, സംയുക്ത സമ്മേളനം 108, അറ്റോർണി ജനറൽ 76, വോട്ട് ഓൺ അക്കൗണ്ട് 116, ഗ്രാമപഞ്ചായത്ത് 40, പാർലമെൻറ്റ് 79, രാജ്യസഭ 80, ലോക്സഭ 81.